അടുത്തതായി വേദിയിൽ അരങ്ങേറുന്നു സാംസ്കാരിക സദസ്സ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യോഗം ആരംഭിക്കുകയാണ്. ഖിറാഅത്തിന് വേണ്ടി മിസ് അബ് സയ്യിദ് ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. സദസ്സിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അബൂബക്കർ അബ്ദുൽ ഹക്കീം കൺവീനർ മദ്രസ കമ്മിറ്റി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലം അലൈഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ യോഗാധ്യക്ഷൻ ഫൈസൽ മുണ്ടൂർ സാഹിബ്, മുഖ്യപ്രഭാഷകൻ ഡോക്ടർ സുബൈർ ഹുദവി, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സെയ്ദ് ഹാജി, ഈ മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹമീദ് സാഹിബ്, മറ്റു വേദിയിലിരിക്കുന്ന KMCCയുടെയും SICയുടെയും നേതാക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ഹെഡിങ്ങിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മദ്രസ ഇവിടെ നടത്തിവരുന്ന മീലാദ് യോഗത്തിലാണ് നാം എല്ലാം ഇരിക്കുന്നത്. എനിക്കറിയാം സമയം വളരെ വൈകിയിരിക്കുകയാണെന്ന്, അതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എത്രയും വേഗം തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫൈസൽ മുണ്ടൂർ സാഹിബിനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടുള്ള സയ്യിദ് ഹാജി ശിവപുരം, അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സുബൈർ ഹുദവി അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റ് KMCCയുടെയും SICയുടെയും
നേതാക്കളെയും ഉസ്താദുമാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ എല്ലാവരെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് അധ്യക്ഷൻ ഫൈസൽ മുണ്ടൂർ സാഹിബ് ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഫൈസൽ മുണ്ടൂർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിച്ച നമ്മുടെ മദ്രസയുടെ കൺവീനർ ഹക്കീം സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് ഹാജി, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സുബൈർ ഹുദവി, മറ്റു വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, സഹപ്രവർത്തകർ, ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ സഹോദരിമാർ, സഹോദരങ്ങൾ, മറ്റു സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ സമയം ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ ഒരു അധ്യക്ഷ പ്രസംഗത്തിനോ മറ്റൊന്നും മുതിരുന്നില്ല. പ്രിയപ്പെട്ട ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മോട് സഹകരിച്ച എല്ലാവരോടും വളരെയധികം നന്ദിയും അഭിവാദ്യവും അർപ്പിക്കുന്നതോടൊപ്പം നമുക്കറിയാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനമാണ് ഇന്ന് ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ മദ്രസയിലും KMCC നേരിട്ട് നടത്തുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മദ്രസയിൽ നമ്മളും ഈ പരിപാടി ഇന്നിവിടെ നമ്മളെല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെയാണ് ഈ വർഷവും ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ജനിച്ച ഈ മാസത്തിൽ പലപ്പോഴും കാരുണ്യം നഷ്ടപ്പെട്ട ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് പോലും ബോംബുകൾ വർഷിക്കുന്ന ഈ ഒരു ക്രൂരമായ ലോകത്ത് കാരുണ്യ പ്രവാചകൻ്റെ കാരുണ്യം ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ ഗാസയുടെ തെരുവോരങ്ങളിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും കാരുണ്യം വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സയ്യിദ് ഹാജി അവരുടെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫൈസൽ സാഹിബ്, നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥിയും നമ്മുടെ മുഖ്യ പ്രഭാഷകനുമായ സുബൈർ ഹുദവി, മറ്റ് സ്റ്റേജിൽ വെച്ചായ നേതാക്കന്മാരെ, സദസ്സിൽ ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റബീഇൻ്റെ ഒരു മഹത്തായ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 1500-ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഇങ്ങ് അറേബ്യൻ രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നടക്കുന്നതിലും ഭംഗിയായി പരിശുദ്ധമായ റബീഉൽ പ്രഭാഷണവും കുട്ടികളുടെ കലാപരിപാടികളും നടക്കാൻ സാധിക്കുന്നതിൽ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുക. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ റബീഉൽ അവ്വലും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ റബീഉൽ അവ്വൽ കൊണ്ട് എന്ത് മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നതിനെ പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഹബീബായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. കാരണം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഓരോ റബീഉൽ അവ്വലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്നത് നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ സഹോദരന്മാരും പറയാനുള്ളത്, പരിശുദ്ധമായ റബീഇന്റെ സന്ദേശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. സമയം വളരെ വൈകിയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഇവിടെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താനുണ്ട്. അതുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരങ്ങളെ അടുക്കി വെച്ച് ഇഷ്ക് ചേർത്ത് അമൂല്യ തിരുമൊഴികളെ അധരം കോർത്ത് ഭാവികാല ബാസുര ഭാഷയുടെ പുതുപ്പിറവിക്ക് പാതയൊരുക്കുകയാണ് ഈ തിരുജന്മദിനാഘോഷം. വേദിയിൽ
സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ സുബൈർ ഹുദവി അവർകൾ. അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള മദ്രസയുടെ അൽഹുദിലെ ഈ മദ്രസയിലെ കുട്ടികളുടെ നബിദിന പരിപാടിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രവാചക അനുസ്മരണ സംഗമവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക മുഴുവനും ആദരിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, മാതൃകയായി സ്വീകരിക്കപ്പെടുന്ന അത്യപൂർവമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ 1-ാം വസന്തം എന്നാണ് അർത്ഥം. ഫസ്റ്റ് സ്പ്രിംഗ് എന്നാണ്. വസന്തത്തിലാണ് പൂക്കൾ വിടരാറുള്ളത്. ലോകത്തിന് മുഴുവനും നന്മയുടെ സൗരഭ്യം വിതറിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി സംഭവിച്ചത് ഈ റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ലോകത്തങ്ങോളം ഇങ്ങോളം മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും, കൂടുതൽ ചർച്ച ചെയ്യാനും, കൂടുതൽ മനസ്സിലാക്കാനും, കൂടുതൽ ആളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം എത്തിക്കാനും, സമൂഹത്തിൽ മുഴുവൻ പ്രത്യേകിച്ച് മക്കളുടെ മനസ്സിലേക്ക് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ സംഭവമായിരുന്നു, ഒരു മഹാവ്യക്തിത്വമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ആചരണ അനുഷ്ഠാനങ്ങൾ നടത്തപ്പെടാറുണ്ട്. അദ്ദിബു ഔലാദക്കും സലാത്ത ഖിസാലിൻ ഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈതിഹി വഖിറാഅത്തിൽ ഖുർആൻ. ചെറുപ്പത്തിലെ 3 കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്, അനുരാഗമാണ്, സ്നേഹമാണ്. സ്നേഹവും ഇഷ്ടവും താല്പര്യവും പഠിപ്പിക്കപ്പെടുമ്പോഴാണ്, സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഒരു കാര്യം മനസ്സറിഞ്ഞു ചെയ്യുക. നിർബന്ധ ബാധ്യതയായി ചെയ്യുന്നതിനപ്പുറം ഇഷ്ടപ്പെട്ടു ചെയ്യാൻ മനുഷ്യൻ പഠിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഓരോരുത്തരും വിശ്വാസം പൂർണ്ണമാകുന്നത്, എന്നോടുള്ള ഇഷ്ടം പൂർണ്ണമാകുന്നതാകുമ്പോഴാണെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ അടിത്തറയായി മഹബ്ബത്തുൻ നബിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം ലോകത്ത് പടർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മളിൽ, നമ്മുടെ മക്കളിൽ നബിയോടുള്ള ഇഷ്ടം കൊണ്ടുവരേണ്ടത്? ആ ഇഷ്ടം കൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ആ ഇഷ്ടത്തിന്റെ പേരിലാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമെന്ന്, ഒരു ദിവസമെന്ന് പറയാവുന്ന ആമുൽ ഹുസ്നിലെ ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചപ്പോ, അള്ളാഹുവിനോടുള്ള മിഅ്റാജ്, അള്ളാഹുവിലേക്കുള്ള വാനാരോഹണം സംഭവിച്ചപ്പോ അതിന്റെ ഓർമ്മക്കായി വിശ്വാസികൾ വിശ്വസിക്കുന്ന 5 വക്ത് നമസ്കാരം ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത് അതവന്റെ മേൽ ബാധ്യതയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, അതിലപ്പുറം മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ്. ആ തുഹ്ഫ, ആ സമ്മാനത്തെ നിലത്തു വീഴാതെ, ഒരിക്കലും തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവാകണം. ഇന്നു രാത്രി എത്ര വൈകിയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും, പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ, ഇങ്ങനെയാണ് നിജപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നമ്മൾ 2 മണിക്കും 3 മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും സുബഹി ഖളാ ആക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിയുടെ മദ്ഹ് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളെ അയവിറക്കാൻ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയാൽ നാളെ നമ്മൾ ചെയ്തിരിക്കേണ്ടത് ഒരുപക്ഷെ കഴിയുമെങ്കിൽ സുബഹിയുടെ മുമ്പേ എഴുന്നേറ്റ് തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ഫർള് നമസ്കാരത്തിന് മുമ്പേ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും നിർബന്ധമാക്കിയ തഹജ്ജുദ് നമസ്കാരമാകും. ആ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തിയത്. ഇവിടെ ഒരുപാട് ഭാര്യമാരിയ്ക്കുന്നുണ്ട്, ഭർത്താക്കന്മാരിയ്ക്കുന്നുണ്ട്, ദമ്പതികൾ ഇരിക്കുന്നുണ്ട്, മക്കളുടെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട്. പ്രവാചകർ പഠിപ്പിച്ച അനേകായിരം വചനങ്ങളിലെ വളരെ വളരെ ഹൃദ്യമായ വചനങ്ങളിലൊന്ന് റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റു, അവൻ 2 റക്അത്ത് ഉളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു, തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി, ഭാര്യ ഉണർന്നില്ല, ശരീരത്തിൽ മുഖത്ത് വെള്ളമൊഴിച്ചു ഉണർത്തി, ഭർത്താവ് ഉണർന്നു, ഭാര്യ ഉണർന്നെഴുന്നേറ്റു, ആ ഭാര്യ 2 റക്അത്ത് നമസ്കരിച്ചു, ഭർത്താവിനെ വിളിച്ചുണർത്തി, ഭർത്താവ് ഉണരാത്ത ഭർത്താവിന്റെ മുഖത്ത് വെള്ളമൊഴിച്ച് ഉണർത്തി, രണ്ടുപേരും നമസ്കരിച്ചാൽ റഹിമല്ലാഹ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ റവാത്തിബുകളിൽ ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒന്ന് സുബഹിയുടെ ജമാഅത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം ഈ ഇബാദത്തുകൾ, ഈ സൽക്കർമ്മങ്ങൾ, നമുക്ക് പഠിപ്പിച്ച അനേകായിരം കർമ്മങ്ങൾ, ഒരുപാട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പാലിക്കാൻ പറഞ്ഞ ഹൃദ്യമായ ഒരുപാട് കാര്യങ്ങൾ. ഒരു മനുഷ്യനെ കാണുമ്പോഴുള്ള പുഞ്ചിരി മുതൽ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിങ്ങളൊന്ന് പുഞ്ചിരിയോടുകൂടി തബസ്സുമോടുകൂടി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരസ്പരം കാണുന്നത് പോലും, ഒന്ന് സലാം പറയുന്നത്, ഒന്ന് പുഞ്ചിരിക്കുന്നത്, ഒന്ന് മുസാഫഹത്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ആ കുടിക്കാൻ പാകത്തിൽ കൊടുക്കുന്നത്, വാഹനത്തിൽ കയറാനും ഇറങ്ങാനും സഹായിക്കുന്നത്, വാഹനത്തിൽ ചരക്ക് കയറ്റി വെക്കാനും ചരക്ക് ഇറക്കി വെക്കാനും സഹായിക്കുന്നത്, വീട്ടിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്, ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു നന്മയുടെ വഴികളെ ഓരോന്നും നിർവചിച്ചു തന്ന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ജ്യേഷ്ഠാനുജന്മാരോട്, സഹോദര സഹോദരിമാരോട്, അടുത്ത ബന്ധുക്കളോട്, അകന്ന ബന്ധുക്കളോട്, പ്രായമുള്ള ആളുകളോട്, പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളോട്, സസ്യലതാദികളോട്, പക്ഷി പറവികളോട്, എങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടെന്നതിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതം അവസാനിക്കുന്നു എന്ന ഘട്ടത്തിൽ പോലും കർമ്മനിരതനാകാൻ പഠിപ്പിച്ചു. ആ കർമ്മങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കേണ്ടതിനെ കുറിച്ച് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരുമെന്ന് ഉറപ്പുള്ള ഒരു ഘട്ടത്തിൽ, നിങ്ങൾ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ഒരു ഘട്ടത്തിൽ, ഇനി അങ്ങോട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഉറപ്പുള്ള ഘട്ടത്തിൽ, വഫിയദിഹി ഫസീല, കയ്യിൽ ഒരു ചെറിയ ചെടിയുണ്ടെങ്കിൽ ഫല്യഗ്രിസുഹു, ആ ചെടി മണ്ണിന്റെ അടിയിൽ നിക്ഷേപിക്കട്ടെ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരം ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ, ഒരാൾ ഒരു മരത്തിന് വെള്ളമൊഴിച്ചതിനെ വളർത്തിയുണ്ടാക്കിയാൽ, ആ മരത്തിൽ കൈക്കനികൾ ഉണ്ടായാൽ, ആ കൈക്കനികൾ കള്ളന്മാർ കട്ടുകൊണ്ടുപോയാൽ, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയാൽ, ആ മരത്തിന്റെ കീഴെ നിന്നുകൊണ്ട് ആളുകൾക്ക് തണൽ ലഭിച്ചാൽ നട്ടവനും നനച്ചവനും സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് വഴിയൊരുങ്ങിയെന്നും, ഒരു പൂച്ചയെ കെട്ടിയിട്ട് ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ ഒരു സഹോദരിക്ക് നരകത്തിലേക്ക് വഴിയൊരുങ്ങിയെന്നും പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തള്ളപ്പക്ഷിയിൽ നിന്ന് ചെറിയ പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്നപ്പോ അതിനെ വിട്ടേച്ചു കൊടുക്കാൻ പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഒട്ടകം തന്നോട് തന്റെ യജമാനൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തന്നെ എന്ന് പരാതി പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അന്വേഷിച്ച് ആ ഉടമസ്ഥനായ മദീനക്കാരനായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഇത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഈമ, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ശണ്ട കൂടുമ്പോ, ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, മദീനത്തെ പള്ളിയിൽ ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ചൊരു കഥയുണ്ട്. ആളുകൾ കൂടിയിരിക്കുന്ന പഴയ പള്ളിയാണ്, മണൽ കൊണ്ട്
മണൽ കൊണ്ടാണ് അതിന്റെ ഫ്ലോർ ഉള്ളത്. അവിടെ വന്നുകൊണ്ട് അറാബിയായ മനുഷ്യൻ മൂത്രമൊഴിച്ചപ്പോ ആളുകൾക്ക് മുഴുവനും ദേഷ്യം പിടിച്ചപ്പോ ആളുകൾ മുഴുവനും എഴുന്നേറ്റ് ആ മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടി തടുക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾ അടങ്ങിയിരിക്കൂ, നിങ്ങൾ ഒതുങ്ങിയിരിക്കൂ, ആ മനുഷ്യൻ ആ മനുഷ്യൻ മൂത്രമൊഴിക്കട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് ആ മൂത്രമൊഴിച്ച മണൽത്തിട്ടയിൽ ഒഴിക്കാൻ പറഞ്ഞ് അതിനെ ശുദ്ധീകരിക്കാൻ പറഞ്ഞതിനു ശേഷം ആ മനുഷ്യനെ വിളിച്ചു വരുത്തി ഇന്നഹാദൽ മസ്ജിദ്, വളരെ ശാന്തമായ ഭാവത്തിൽ, മനുഷ്യ ഇത് പള്ളിയാണ്, ഇവിടെ മൂത്രയിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല, ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിച്ച ലോകാനുഗ്രഹിയായ ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ലോകത്തിന് അറിവ് പഠിപ്പിക്കാൻ വന്നവരാണ് ഞാനെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ലോകത്തൊരു മനുഷ്യൻ സ്വാഭിരാവണമെങ്കിൽ, ക്ഷമാശീലമാകണമെങ്കിൽ, ഒരാൾക്ക് സംതൃപ്തിയോടെ ജീവിക്കണമെങ്കിൽ, ഒരാളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ, ഒരാളെ ഗീബത്ത് പറയാതിരിക്കണമെങ്കിൽ, അസൂയ തോന്നാതെ ജീവിക്കണമെങ്കിൽ, ആളുകളോട് വെറുപ്പില്ലാതെ ജീവിക്കണമെങ്കിൽ, ആളുകളോട് സത്യസന്ധമായി ഇടപഴകണമെങ്കിൽ, നിഫാഖില്ലാതെ പെരുമാറണമെങ്കിൽ, മനുഷ്യനെ മനുഷ്യനായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ എല്ലാം പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവർ, അള്ളാഹുവിന് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടം, അൻഫഉഹും ലിന്നാസ്, ലോകത്ത് മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുഅ്മിൻ, മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ സൽപ്രവർത്തനം. ഒരാളുടെ വിശപ്പ് മാറ്റാൻ സഹായിക്കുന്നതാണ്, കടം വീട്ടാൻ സഹായിക്കുന്നതാണ്, ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ സഹായിക്കുന്നതാണ്. മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഒരു സഹോദരന്റെ കൂടെ അയാളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അറാദല്ലാഹു ബിറജുലിൻ ഖൈറൻ ജഅലഹു ഫീ ഖിദ്മത്തിൻ നാസ്, അല്ലാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളുടെ ജനസേവനത്തിന് നിർണയിക്കുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഞാൻ ചെറിയ കാര്യങ്ങൾ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ 1, 2, 3 കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ ആഴക്കടലിൽ നിന്ന് നബിയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കണം. ആ നബിയെ അറിയാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരു റബീഉൽ അവ്വലിലെങ്കിലും വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന്, അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അങ്ങയെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഓരോ ബാങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നുണ്ട്. ഓരോ ഷഹാദത്തു കലിമയിലും പറയപ്പെടുന്നുണ്ട്. ഓരോ സമയത്തും ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പ്രവാചകനെ മനസ്സിലാക്കുക, ആ പ്രവാചകനെ അറിയുക, ആ പ്രവാചകനെ ഉൾക്കൊള്ളുക. റബീഉൽ അവ്വലിലെങ്കിലും ആ പ്രവാചകന്റെ ജീവചരിത്രത്തിലൂടെ, സീറയിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ സാധിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ ഇസ്ഹാഖ് നബിയിലൂടെ ഈസ നബി അലൈഹിസ്സലാം വരുന്ന പരമ്പര, ഇപ്പുറത്ത് കഅബ ശരീഫിൽ പോകുമ്പോൾ കാണുന്ന ഇസ്മായിൽ, മഖാം ഇബ്രാഹിം, ഇസ്മായിലി പാരമ്പര്യയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ള ആമിന ദമ്പതിമാരുടെ മകനായി മക്കയിൽ യതീമായി പിറന്നത്, ഹലീമ ബീവിയുടെ മുല കുടിച്ചത്, ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായത്, അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞത്, അബ്ദുൽ മുത്തലിബ് വഫാത്തായത്, അബൂ താലിബിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞത്, ഹിജ്റ ശാമിലേക്ക് കച്ചവടത്തിന് പോയത്, മേഘം തണലിട്ടത്, തിരിച്ചു വന്നത്, മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താഴ്വാരങ്ങളിൽ ആടിനമേച്ചു നടന്നത്, ഖദീജ ബീവിയുടെ കച്ചവടക്കാരനായി വീണ്ടും ശാമിലേക്ക് പോയത്, ആ സത്യസന്ധതയെ ഇഷ്ടപ്പെട്ടത്, ഖദീജ ബീവി വിവാഹം അന്വേഷിച്ചത്, 25 വയസ്സുള്ള മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള 2 പ്രാവശ്യം വിവാഹം കഴിച്ച് വിവാഹമോചിതയായ ആ വിവാഹത്തിൽ മക്കളുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ 25 വയസ്സുള്ള മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 53 വയസ്സ് വരെ, ഖദീജ ബീവി വഫാത്താകുന്നത് വരെ മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല എന്നും, പ്രവാചകന്റെ ജീവിതത്തിൽ വന്ന ഭാര്യമാർ ഓരോരുത്തരും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഈ ദീനിനെ നിലനിർത്താൻ, ദീനിനെ പ്രബോധനം ചെയ്യാൻ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെന്നും, പ്രവാചകനെ വർഷിക്കുന്ന, പ്രവാചകനെ കുറിച്ച് മോശം പറയുന്ന ആളുകൾക്കിടയിൽ നിന്നെങ്കിലും പറയാനും പഠിക്കാനും മനസ്സ് കാണിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഹജറുൽ ഹസ്ബദിനെ എടുത്തു വെച്ചുകൊണ്ട് കഅബ ശരീഫ് പുനരുദ്ധരിക്കുന്ന പ്രവർത്തനത്തിൽ പ്രവാചകൻ വ്യാപൃതനായത്, ഹിറാ ഗുഹയിൽ ധ്യാനമിരുന്നത്, ഖദീജ ബീവി ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുന്നത്,
ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഖ്റ ഓതി കൽപ്പിച്ചത് സമ്മിലൂനി ആയിഷ ഖദീജ എന്ന് പറഞ്ഞു പേടിച്ചു വിറച്ച ഖദീജ ബീവിയുടെ സന്നിധിയിലേക്ക് ഓടി വന്നത് കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല, നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞു ഖദീജ ബീവി ചേർത്തു പിടിച്ചത്. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് പോയത് പനി പിടിച്ച് കിടക്കുന്ന നബിയോട് യാ അയ്യുഹൽ മുദ്ദസിർ എന്നും യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്നും വിശുദ്ധമായ ഖുർആന്റെ ആഹ്വാനമുണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ വന്ന് വുളു എടുത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്. പ്രബോധനം തുടങ്ങിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ആ പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിലേക്ക് ആളുകൾ കടന്നു വരാൻ തുടങ്ങിയത്. മക്കയിൽ അക്രമം വ്യാപകമായത്. ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ആക്രമിക്കപ്പെട്ടത്. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായ വനിതയായത്. അബ്സീനയിലേക്ക് ഹിജ്റ പോയത്. പ്രവാചകർ വീണ്ടും അവിടെ നിന്ന് മക്കയിലേക്ക് ഹിജ്റ പോകാൻ മക്കയിൽ ശക്തമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായത്. ഷൈബു അബി താലിബിൽ 3 വർഷം പട്ടിണി കിടന്നത്. ഖദീജ ബീവി വഫാത്തായത്. അബൂ താലിബ് വഫാത്തായത്. ദുഃഖവർഷം തായിഫിലേക്ക് ഹിജ്റ പോയത്, കല്ലേറ് കൊണ്ടത്, തിരിച്ചു വന്നത്, ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹിജ്റയെ കുറിച്ച് സംസാരിച്ചത്. മദീനക്കാരായ ആളുകൾ വന്ന് അഖബ താഴ്വരയിൽ ഉടമ്പടി ഒപ്പുവെച്ചത്. മദീനക്കാർ സ്വീകരിക്കാൻ കാത്തുനിന്നത്. ഗാർ സൗറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിഞ്ഞത്. അവിടെ നിന്നിങ്ങോട്ട് ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വഫാത്ത് വരെ അവിടുത്തെ പ്രബോധന ദൗത്യങ്ങൾ, പ്രബോധന രീതികൾ എല്ലാം നമ്മൾ ഈ റബീഉൽ അവ്വലിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ സീറയിലൂടെ കടന്നു പോവുക, ആ ജീവചരിത്രത്തിലൂടെ കടന്നു പോവുക, ആ അധ്യാപനങ്ങളിലൂടെ കടന്നു പോവുക. ആ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, ജീവിതത്തിലെ സ്വഭാവവിശേഷങ്ങൾ, ഓരോ കാര്യങ്ങളും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഓരോ റബീഉൽ അവ്വലും പ്രത്യേകിച്ച് നമുക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ടാകണമേ എന്ന് എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ടും ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ജസീല, ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ ഫിദ് ദുനിയ വഫിൽ ആഖിറ. ഉസ്താദ് ഹുദവി ഉസ്താദ്, അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ ഒരു പ്രസംഗം. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തതായി വേദിയിൽ ഖുർത്തുബ ഫണ്ട് വിതരണമാണ്. ഖുർത്തുബ ഫണ്ട് കൈമാറലാണ്. ഖുർത്തുബ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടി MK ഹമീദ് കയെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അത് കഴിഞ്ഞാൽ ഉസ്താദിന് വേണ്ടിയുള്ളതായ മൂമെൻറ്റോ നൽകലാണ്. മൂമെൻറ്റോ നൽകുന്നതിന് വേണ്ടി ലത്തീഫ് സാഹിബ് അവർകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഖിറാഅത്ത് മത്സരം വേദിയിൽ അരങ്ങേറാൻ പോകുന്നു. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി MK മുനീർ മാഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഏറെ വൈകിയ ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ നമുക്ക് അതിഥിയായി എത്തിയ ഡോക്ടർ സുബൈർ ഹുദവിക്കും ഒപ്പം ഇവിടെ എത്തിയ മുഴുവൻ നേതാക്കൾക്കും എല്ലാവർക്കും മസ്കറ്റ് KMCC അൽഖൂദ് ഏരിയ കമ്മിറ്റിയുടെയും ഹൈദർലി ശിഹാബ് തങ്ങളുടെ മദ്രസയുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഖുർആൻ മത്സരം നടക്കുകയാണ്. അതിനുവേണ്ടി വേദി വഴിമാറുന്നു. അസ്സലാമു അലൈക്കും.